ഹലോ, നമ്മൾക്കിന്ന് ഇഫ്താറിന് വേണ്ടി പുതിയൊരു ഐറ്റംസ് ഉണ്ടാക്കിയാലോ. അതിന് നമ്മൾക്ക് ഇവിടെ എടുത്തിട്ടുള്ളത് ബ്രെഡാണ്. ബ്രെഡ് പൊടിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതിനു വേണ്ടി മിക്സിൻ്റെ ജാറിലേക്ക് നാം ബ്രെഡ് ഇട്ട് കൊടുക്കുക. അത് നന്നായി പൊടിച്ചെടുക്കുക. അതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അത് നമ്മൾക്ക് ഇനി ഒരു പാനിലിട്ട് ചൂടാക്കാം. ബ്രൗൺ കളറായി കഴിഞ്ഞാൽ അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി നമ്മൾക്ക് ഉരുളക്കിഴങ്ങ് നന്നായി ഉടച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി സവാള ഒരു പാനയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ് ഇവയെല്ലാം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കി വെച്ച ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾക്കിത് നന്നായി ഉടച്ചെടുക്കുക. അത് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾക്കിനി ഇത് ഇറക്കി വെക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾക്കിനി ദോശ ഉണ്ടാക്കാൻ മാവ് തയ്യാറാക്കാം. മൈദ ഞാനിവിടെ കലക്കി വെച്ചിട്ടുണ്ട്. കുരുമുളക് ലേശം പൊടിച്ചു വെച്ചിട്ടും ഉണ്ട്. 2 കോഴിമുട്ടയാണ് ഞാനിത് ഒട്ടിക്കാൻ വേണ്ടി എടുക്കുന്നത്. ആ കോഴിമുട്ടയിലേക്ക് ലേശം കുരുമുളക് ചേർത്തിട്ടുണ്ട്. ദോശ ഉണ്ടാക്കിയതും കുരുമുളകും ബ്രെഡിൻ്റെ ഇതും പൊടിച്ചതും എല്ലാം കൂടി നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഉണ്ടാക്കി വെച്ച ദോശയിലേക്ക് മസാല ഇട്ട് കൊടുത്ത് നന്നായി 2 ഭാഗം ആദ്യം റോള് പോലെ ചുറ്റുക, റോള് പോലെ മടക്കുക. എന്നിട്ട് നമ്മുടെ മറ്റേ അറ്റവും നന്നായി ചുറ്റി മടക്കിയെടുക്കുക. അത് പൊട്ടാൻ പാടില്ല. പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്കിത് വെളിച്ചെണ്ണയിലിട്ടിട്ടാണ് നമ്മളിത് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ പൊട്ടാതെ നന്നായി അത് മടക്കി റോളാക്കി വെക്കുക. അങ്ങനെ എല്ലാതും റോളാക്കിയതിന് ശേഷം ഇത് കോഴിമുട്ട ചേർത്ത് വെച്ചിട്ടില്ല കുരുമുളക്, അതിലേക്ക് നന്നായി കോഴിമുട്ടയും കൂടി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ബ്രെഡിൻ്റെ പൊടിയിലേക്ക് ഇത് നന്നായി ഉരുട്ടിയെടുക്കുക. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ച ദോശകളെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി എടുത്ത് വെക്കുക. ഇനി നമ്മൾക്കിത് പൊരിച്ചെടുക്കാം. ഒരു ചീന ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ച റോളുകളെല്ലാം നന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു പാത്രത്തിൽ 5 എണ്ണം നമുക്ക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണക്കനുസരിച്ച് നല്ല അടിപൊളി കളറോട് അധികം എണ്ണ കൊടുക്കാത്ത നമുക്കിവിടെ റെഡിയായി. അടിപൊളി സ്നാക്സ്, ബ്രെഡ് സ്നാക്സ് ഇവിടെ നമുക്ക് റെഡി.